ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശിൻ്റെയും നയനയുടെ അരികിലേക്ക് അനി ഓടി വരികയാണ്. എന്താട്ടാ, ഏട്ടനെന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ എനിക്ക് നിന്നോടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്ത് പ്രധാനപ്പെട്ട കാര്യം? അത് അവന്തികയുടെ കാര്യം തന്നെയാണ്. അവന്തിക ഞങ്ങളെ കാണാൻ വേണ്ടി വന്നായിരുന്നു. എന്നിട്ട് അവന്തികയുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. നിന്നെ കല്യാണം കഴിക്കണമെന്നാണ് അവന്തികയുടെ മനസ്സിലുള്ള ആഗ്രഹം. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എടാ, എന്താടാ കല്യാണത്തിന് സമ്മതിച്ചാൽ? അവന്തിക നല്ലൊരു പെൺകുട്ടിയല്ലേ? ഓ, നല്ലൊരു പെൺകുട്ടി. ഇതേപോലുള്ളൊരു അഹങ്കാരിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എടാ, അതൊക്കെ പണ്ടത്തെ സ്വഭാവമല്ലേ? പക്ഷേ അവളുടെ ഇപ്പോഴത്തെ സ്വഭാവം നല്ലതല്ലേ എടാ? എന്ത് ശാന്തമായ സ്വഭാവമാണ്. മറ്റുള്ളവരെ അനുസരിച്ചും കേട്ടും ഒക്കെയല്ലേ അവൾ ജീവിക്കുന്നത്. പിന്നെ അവളുടെ അമ്മയാണെങ്കിലും അവളുടെ ഏട്ടനെ ആണെങ്കിലും അവൾ അനുസരിക്കുന്നുമില്ല. അവരെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. പിന്നെ നിനക്ക് എന്താണ് ഒരു എതിർപ്പ് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നേട്ടാ, എനിക്ക് അവളെ ആ രീതിയിൽ അത് കാണാനായിട്ട് പറ്റില്ല. അവളുടെ സ്വഭാവമൊക്കെ ഇപ്പം മാറിയിട്ടുണ്ടാവും. പക്ഷെ എന്തൊക്കെ വന്നാലും അഭിയുടെ അനിയത്തിയല്ലേ. എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഒന്ന് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ അവളെ ആ രീതിയിൽ കണ്ടിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ആദർശ് ചോദിക്കുകയാണ്, അല്ല അപ്പോൾ നിൻ്റെ മനസ്സിൽ ആരാണ് അവളെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ? നന്ദു ആണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. അപ്പോൾ നയനയാണെങ്കിൽ ഞങ്ങൾ കണ്ടു, പറഞ്ഞില്ലെങ്കിലും എന്നാ എൻ്റെ 3-ാം മാസത്തെ ചടങ്ങിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. എൻ്റെ പൊന്നേട്ടത്തി, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുകൂടാതെ തന്നെ എൻ്റെ 2 ഏട്ടത്തിമാരുടെയും അനിയത്തിയാണ്. അപ്പോൾ പിന്നെ അവളോട് എനിക്ക് സംസാരിച്ചെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? എന്തെങ്കിലും കുഴപ്പം സംഭവിക്കോ? ദേ അനി, നീ തട്ടാമുട്ടിത്തര കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പം ഞങ്ങൾ പറയുന്ന പോലെ ഒന്ന് നീ കേക്ക്. എൻ്റെ ഏട്ടൻ പറയുന്നതിനപ്പുറം ഞാൻ ഇതുവരെയും പോയിട്ടില്ല. ഏട്ടൻ അനുസരിച്ച് തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് എൻ്റെ ഒരു ലൈഫല്ലേ. അപ്പോൾ എനിക്ക് അവളെ എൻ്റെ ഭാര്യയായിട്ട് കാണാനായിട്ടൊന്നും സാധിക്കില്ല. എനിക്ക് അവളെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത്. എനിക്കതിനോട് യോജിക്കാനും പറ്റത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അനിയുടെ ആ ഒരു കടുംപിടുത്തത്തിൽ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്തായാലും മുത്തശ്ശിയും സംസാരിക്കാൻ നേരത്ത് അവൻ അംഗീകരിക്കാതിരിക്കില്ല. ഉറപ്പായിട്ടും അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കും എന്നാണ് ആദർശനയോട് പറയുന്നത്. പിന്നീട് ദേവയാനിയും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവരും ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. ഈ അവന്തികയുടെയും അനിയുടെയും കല്യാണക്കാര്യത്തെക്കുറിച്ചുള്ളത് തന്നെ. അവന്തിക നല്ല കുട്ടിയാണ്. അവന്തികയുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. അയർലൻഡിൽ പഠിച്ചു വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അവൾ നേരത്തെ അഹങ്കാരിയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയും പറയണം, അതെ ആ കുട്ടി ഇപ്പം നല്ലൊരു കുട്ടി തന്നെയാണ്. പക്ഷേ അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും അടുപ്പമുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തമ്മിലൊരു അടുപ്പമില്ലെന്നല്ലേ പറയുന്നത്. ഇനി ആ കാര്യത്തെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നന്ദു നല്ലൊരു പെൺകുട്ടി തന്നെയാണ്. ഈ കുടുംബത്തോട് യോജിച്ച പെൺകുട്ടി. അനിയും നന്ദുവും കൂടി കല്യാണം കഴിക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചതാണല്ലോ. അപ്പോൾ ഗോവിന്ദനും കനകയും പറഞ്ഞത്, വേണ്ട, ഇനി എൻ്റെ 3 മക്കളെയും അങ്ങോട്ട് വിടാനായിട്ട് താല്പര്യമില്ല. 3-ാമത്തെ കുട്ടിയെയും അങ്ങോട്ട് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് ഈ കാര്യത്തോട് നമുക്കിനി കൂടുതൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓക്കെ പറഞ്ഞാണ്. ഇനി അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ ഒരു വാക്ക് കൊടുത്താണല്ലോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനി ഭയങ്കര കരിപ്പോടെ വരിക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അനി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കുകയാണ്. മോനെ അനി, ഞങ്ങൾക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യമാണ്? അല്ല, അനാമികമായിട്ടുള്ള ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതമൊക്കെ നിനക്ക് വേണമല്ലോ. എന്താ, കല്യാണ കാര്യത്തെക്കുറിച്ച് പറയുകയാണോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ മോനോടത് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആദർശേട്ടനും അതേപോലെ തന്നെ അതിനടുത്തേക്ക് എന്നോട് പറഞ്ഞു, എന്നെ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ അമ്മായി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്കിതിനോട് താല്പര്യമില്ല. ഞാൻ അവളെ ആ രീതിയിൽ കണ്ടിട്ടില്ല. ഇത് കേട്ടിട്ടുണ്ട് നമ്മുടെ അജയനും വന്നു കഴിഞ്ഞപ്പോഴേക്ക്, എന്താണ് ഇതിനൊരു കുഴപ്പം? ആ കുട്ടി നല്ല കുട്ടിയല്ലേ. അപ്പം നിനക്ക് കല്യാണത്തിന് സമ്മതിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ അങ്ങനെയൊക്കെ പറയാം, പക്ഷേ എനിക്ക് അവൾ ആ രീതിയിൽ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവന്തികയെ കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ്. ഒരുത്തിയെ കല്യാണം കഴിച്ചതിൻ്റെ ഇത് മാറിയിട്ടില്ല. അപ്പോഴാണ് അടുത്ത ആള് എനിക്ക് സമ്മതമല്ല എന്നൊക്കെ പറയുമ്പോൾ, എടാ അവന്തികയെ, അനാമികയെ പോലൊരു പെൺകുട്ടിയല്ലല്ലോ അവന്തിക. ഈ അനാമികയെ കൂട്ടിക്കൊണ്ടുവന്നത് ആരാണ്? അത് നീയല്ലേ ഈ വീട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്നത്.
പക്ഷേ അവന്തിക്ക് അങ്ങനെയല്ല, ഈ കുടുംബത്തിലുള്ള പെൺകുട്ടി തന്നെയാണ്. അപ്പോൾ അവളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഈ അനാമികയെ പോലെ ആയിരിക്കില്ല അച്ഛാ. അച്ഛൻ അങ്ങനെയൊക്കെ പലതും പറയാനായിട്ട് സാധിക്കും. പക്ഷെ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിന് സമ്മതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതമല്ല. ഇനി ആരും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് നോക്കണ്ട, എൻ്റെ മനസ്സ് അതിലേക്ക് പോകില്ല എന്നൊക്കെ തറപ്പിച്ച് പറഞ്ഞതിന് ശേഷം നമ്മുടെ അനാമികയും അവന്തികയും വരികയാണ്. അപ്പം അവന്തികയ്ക്ക് ഈ ഒരു വർത്തമാനം കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുന്നു. നിനക്ക് സമാധാനമായല്ലോ? നിന്നോട് എൻ്റെ മനസ്സിലുള്ള വ്യക്തമായ കാരണങ്ങളെല്ലാം നിന്നോട് പറഞ്ഞല്ലേ അവന്തിക? എന്നിട്ട് നീ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് പറയാനായിട്ട് പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നീ മോളോട് തർക്കിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല. മോളുടെ മനസ്സിലുള്ള ഇഷ്ടം ഞങ്ങളോട് തുറന്നു പറഞ്ഞു. അതിനിപ്പോൾ എന്താ കുഴപ്പം സംഭവിച്ചത്? നിനക്കല്ലേ സമ്മതിക്കാൻ പറ്റാത്തത്? അതെ, എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട്, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. അവന്തിക ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ ദേവയാനി പറയാം, മോളെ നീ സങ്കടപ്പെടേണ്ട. അവനിപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി നിർബന്ധിച്ച് കഴിയാൻ നേരത്ത് അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കും. അതുകൊണ്ട് മോള് ടെൻഷൻ ആവണ്ട കേട്ടോ. അപ്പോൾ അനിയുടെ അച്ഛനും അവന്തികയോട് സംസാരിക്കുകയാണ്. അതേ മോളെ, അവൻ്റെ മനസ്സ് മാറ്റാനുള്ള ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. മുത്തശ്ശിയും അവൻ്റെ ഏട്ടനും ഏട്ടത്തിയൊക്കെ പറഞ്ഞു കഴിയാൻ നേരത്ത് അവൻ എതിർപ്പൊന്നും കാണിക്കില്ല. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. മോൾ ധൈര്യമായിട്ട് പോയിക്കോ, ശരിയല്ലേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്ത് ചെയ്യും? അവനിങ്ങനെ ഒരു കടമ്പിടുത്തം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇനി സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അനിയാണെങ്കിൽ തല പുകഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ അനിയുടെ അമ്മയെ കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അമ്മേ, ഞാനിപ്പോൾ ഇതിനുള്ള മറുപടി അവരോടൊക്കെ പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഇനി ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് പറയാൻ നിൽക്കണ്ട. പിന്നെ നിന്റെ മനസ്സിൽ ആരാടാ? ആ നന്ദു ആണോ? എൻ്റെ മനസ്സിൽ ഒരു നന്ദുമില്ല, ആരുമില്ല. ഇനി അഥവാ നന്ദു ഉണ്ടെങ്കിലും നീ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ നന്ദുവിനെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മരുമകളാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഇതെന്തൊരു കഷ്ടോ! ഈ കല്യാണം കഴിച്ചാൽ മാത്രമേ കുടുംബത്തിൽ ജീവിക്കാൻ പാടുള്ളൂന്നുണ്ടോ? കല്യാണം കഴിക്കാതെ എത്ര പേര് ജീവിക്കുന്നുണ്ട്. ഞാനും അതേപോലെ ജീവിക്കുന്നു. എനിക്ക് ആരെയും കല്യാണം കഴിക്കണ്ട. എന്താ അതുപോലെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അനി നേരെ റൂമിലേക്ക് ചെല്ലുക. റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അനിക്കാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലങ്ങ് നിൽക്കുക. അപ്പോഴേക്കും അവന്തിക വരികയാണ്. അനിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട്, നിനക്ക് സമാധാനമായല്ലോ? നീ എന്തിനാണ് അവന്തികയെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്? പിന്നെ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടമല്ല ഞാൻ അനിയേട്ടനോട് പറഞ്ഞത്. അതിപ്പോൾ വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ കുടുംബത്തിലുള്ള എല്ലാവരോടും പറഞ്ഞു. പിന്നെ ആ നവീനേട്ടൻ എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അതിനേക്കാളും മികച്ച ഒരാളെനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നി. അപ്പം എൻ്റെ മനസ്സിലേക്ക് ഒരു ഓപ്ഷൻ വന്നത് അത് അനിയേട്ടൻ തന്നെയാണ് എന്ന് പറയുകയാണ്. നീ എന്തിനാണ് എന്നെ വലിച്ചെടുക്കുന്നത്? ഞാൻ നിന്നെ ആ ഒരു രീതിയിൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ. പിന്നെ ആരെയാണ് അനിയേട്ടന് ഇഷ്ടം? ആ നന്ദുവിനെയാണോ ഇഷ്ടമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എനിക്ക് ആരോടും ഇഷ്ടമില്ല. നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ടാണ് പോലും. എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടതാണ് എന്താണ് ഏതാണ് സംഭവിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാമെന്നൊക്കെ ഇവിടെ പറയുകയാണ്. എന്ത് വ്യക്തമായിട്ട് അറിയാമെന്ന്? നീ കാണാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. എന്ത് കാണാത്ത കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടതാണ് അനിയേട്ടാ. എൻ്റെ ഒപ്പം ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അനിയേട്ടന് വരാൻ കഴിയില്ല. എല്ലാം ഒഴിഞ്ഞു മാറും. എന്നിട്ട് നന്ദുവിനോടൊപ്പൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അനിയേട്ടന് കഴിയുകയും ചെയ്യും. ഇതൊക്കെ വല്ലാത്തൊരു രീതി തന്നെയാണ് അനിയേട്ടാ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയും അതേപോലെ തന്നെ ദേവ്യാനിയും കൂടി ഇരിക്കുമ്പോൾ അഭിയും അതേപോലെ തന്നെ നവ്യയും കൂടി വരിക. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരോട് കാര്യങ്ങളെല്ലാം പറയാം. ഒന്ന് നിന്നേ, എടാ നിന്റെ അനിയത്തിയുടെ കല്യാണാലോചന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും കല്യാണാലോചനയോ? അതെ, ആരാണ് മുത്തശ്ശി? ചെറുക്കൻ എന്ന് ചോദിച്ചപ്പോഴേക്കും നിനക്ക് അറിയാവുന്ന ചെറുക്കൻ തന്നെയാ. നിനക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അല്ല, ഞങ്ങൾക്ക് അറിയാവുന്ന ചെറുക്കനാണെങ്കിൽ പിന്നെ എന്തിനാ പറയുന്നത്? അവൾക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പാടേ. അഭി ഒന്ന് മിണ്ടാതിരിക്കേ. ആരാ മുത്തശ്ശി ചെറുക്കൻ എന്ന് നവ്യയും ചോദിക്കണം. അവന്തിക മോൾ അവിടെ നിൽക്കുന്നുണ്ട്, നീ പോയി ചോദിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നേരെ അവന്തിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവന്തികയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, മോളെ നിന്റെ കല്യാണാലോചനയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആരാണ് ചെറുക്കൻ? മറ്റാര്? എൻ്റെ ചെറുക്കൻ ആനി തന്നെ. ഇത് കേട്ട് ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോണ്. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
മോളെ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നിനക്ക് അനിയെ കല്യാണം കഴിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷം തന്നെയാണല്ലോ. ഇത് കൂടാതെ മൂർത്തീസ് കമ്പനിയുടെ MD കൂടിയാണല്ലോ. പക്ഷേ അതല്ല, അനിയേട്ടനൊരു പിടിയും തരുന്നില്ല. അനിയേട്ടൻ ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അനിയേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നന്ദുവോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ നവ്യ ഇതെല്ലാം കേൾക്കുകയാണല്ലോ. അപ്പം നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, നന്ദു ഈ അനിക്കും നന്ദുവിന് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും അനിയും നന്ദുമായിട്ടുള്ള കല്യാണം ഞാൻ നടത്തും. അവർ രണ്ടുപേരെയും ഞാൻ എങ്ങനെയും ഒന്നിപ്പിക്കും എന്ന് നവ്യ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ ഈ അവന്തിക്ക് ഇങ്ങനെ ചോദിക്കണം, എന്താ നവ്യേട്ടത്തി, ഏട്ടത്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ അനിയെ കല്യാണം കഴിക്കുന്നതിന്? എന്ത് ബുദ്ധിമുട്ട്? നീ അവനെ തന്നെ കല്യാണം കഴിക്കണം. ആ നന്ദു ഈ കുടുംബത്തിലേക്ക് കയറി വരാനായിട്ട് പാടില്ല. എനിക്ക് അവളെ കാണി നേരെ കണ്ടുടാ എന്ന് നവ്യ പറയാം. ശരി, നിങ്ങളുടെ പ്രണയം തകൃതിയായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേക്കും അനിയാണ് ഏറ്റവും വലിയ തലവേദനയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അനി നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശൻ്റെ അടുത്ത്, എന്താ മുത്തശ്ശ വിളിച്ചത്? അതെ, ഇവിടെയുള്ള സംസാരങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ അല്ലേ? നിന്റെയും അവന്തികയുടെയും കല്യാണം നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. എന്താ മുത്തശ്ശി പറയുന്നത്? ഡിവോഴ്സ് പോലും ആയിട്ടില്ല അനാമികമായിട്ടുള്ള. അതിനു മുമ്പ് തന്നെ കല്യാണം നടത്താമെന്ന്. എടാ, കല്യാണം നടത്താമെന്നല്ല, അത് ഡിവോഴ്സ് ആയതിനു ശേഷമേ നടത്താനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഒരു എൻഗേജ്മെന്റ് നടത്തി വെക്കാലോ, അത് ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ മതി. മറ്റുള്ള ആൾക്കാരൊന്നും അറിയണ്ട. കല്യാണം കഴിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അത് കുറ്റമായിട്ട് മാറുന്നത്. ഇതൊക്കെ ഡിവോഴ്സിന് ശേഷം നടന്നാൽ മതി. പക്ഷേ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ. എൻ്റെ മനസ്സും കൂടി മനസ്സിലാക്കണം. എനിക്ക് അവന്തികയെ ആ ഒരു ഇതിൽ കാണാനായിട്ട് പറ്റില്ല. അതെന്താ അങ്ങനെ കാണാനായിട്ട് പറ്റാത്തത്? ഇനിയിപ്പോൾ നന്ദു വല്ലോ നിൻ്റെ മനസ്സിലുണ്ടോടാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ മുത്തശ്ശ, അങ്ങനെ പറഞ്ഞില്ലല്ലോ മുത്തശ്ശ. പക്ഷേ എനിക്ക് അവന്തിക ഒരു അനിയത്തി കുട്ടിയെ പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് അവന്തികയെ ആ രീതിയിൽ കാണാനായിട്ട് കഴിയോ? അവന്തികയുടെ സ്വഭാവത്തിന് ഇപ്പം നല്ല മാറ്റമുണ്ടല്ലോ. അവളുടെ സ്വഭാവത്തിൻ്റെ ഒരു കുറ്റവും ഞാൻ പറഞ്ഞില്ലല്ലോ മുത്തശ്ശ. പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു മനസ്സില്ലേ? ഉറപ്പായിട്ടും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവന്തികയെ കല്യാണം കഴിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും കൂടി തന്നെ അങ്ങനെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റി, ഇവനെന്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ സാധിച്ചു കൊടുക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊക്കെ അവൻ ആ ഒരു രീതിയിൽ പറഞ്ഞാന്നേ അവൻ്റെ മനസ്സ് മാറും. ഉറപ്പായിട്ടും അവന്തികയുടെയും അനിയുടെയും കല്യാണം നടക്കും എന്ന് പറയാം. അങ്ങനെ നമ്മുടെ നന്ദുവിനെ കാണിക്കുകയാണ്. അപ്പോൾ നന്ദുവും അതേപോലെ തന്നെ അനിയും കൂടി പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. പറഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ അവന്തികയ്ക്ക് എന്തൊക്കെയോ ഒരു അടുപ്പം അനിയോടുണ്ടെന്ന്. അതുകൊണ്ടാണ് അന്ന് അവൾ ഷർട്ട് മേടിച്ച് തന്നിട്ട് ആ ഷർട്ട് തന്നെ ഇടാനായിട്ട് അനിയെ നിർബന്ധിച്ചത്. ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും ഇപ്പം മനസ്സിലായി. അവളോട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. കുടുംബക്കാർ മുഴുവൻ ഇപ്പം എൻ്റെ ചുറ്റും നിൽക്കുകയാണ്, ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞോണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും നന്ദു, നീ എൻ്റെ ഒപ്പം തന്നെ നിൽക്കണം. അതിന് യാതൊരു തടസ്സം ഉണ്ടാകാനായിട്ട് പാടില്ല. ഈ കല്യാണം നടക്കില്ലല്ലോ. കാരണം നമ്മൾ രണ്ടുപേരും ഒന്നിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ ആദർശേട്ടനും ഏട്ടത്തിയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അനുസരിക്കാനായിട്ട് കഴിയില്ല. ഇത് എൻ്റെ ലൈഫാണ്. അവിടെ ആരെ തിരഞ്ഞെടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ അവരല്ല എന്ന് പറയുകയാണ് നന്ദുവിനോട്. അങ്ങനെ ഇതിനെല്ലാത്തിനും കാരണം അവനാ. അതെന്തിനാ നവീനേട്ടനെ കുറ്റം പറയുന്നത്? അല്ല, നവീൻ അവന്തികയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമായിരുന്നോ? എടാ, നിന്നെപ്പോലെ തന്നെയല്ലേ നവീനേട്ടനും. നവീനേട്ടൻ്റെ മനസ്സിലും ഒരു പെൺകുട്ടിയുണ്ട്, എന്നെ പോലൊരു പോലീസുകാരി. അപ്പോൾ അവൾ മനസ്സിലുള്ളപ്പോൾ അവന്തികയെ അംഗീകരിക്കാനായിട്ട് കഴിയോ? അതുപോലെ തന്നെ നവീനും പറഞ്ഞോളൂ, നീ നവീനേട്ടൻ ചുമ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവീൻ്റെ കോള് വരുന്നത്. അവനാ വിളിക്കുന്നത്. എങ്കിൽ കോൾ എടുക്ക്. എന്തിനാണ് നവീനോടനോട് ചുമ ദേഷ്യം കാണിക്കുന്നത്? നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞ് ആ ഫോൺ എടുക്കുക. എന്താടാ വിളിച്ചത്? ശരി, ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാം. അവൻ എന്തൊക്കെ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. എങ്കിൽ പിന്നെ ഞാൻ നവീനെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി നവീനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ നവീനോട് ചോദിക്കണം, എന്താടാ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ, ഏതായാലും കൺഗ്രാജുലേഷൻസ്. എന്തിനാണ് ഇപ്പോൾ കൺഗ്രാജുലേഷൻസ്? പാർട്ടിയും കഴിഞ്ഞ് ആ പാർട്ടിയിൽ നീ ഇത് പങ്കെടുക്കുകയും ചെയ്തു. ഇനി കൺഗ്രാജുലേഷൻസിൻ്റെ കാര്യമൊന്നുമില്ല. എടാ, അതല്ല, നിന്റെ വിവാഹം ഉടനെ നടക്കാനായിട്ട് പോവാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. എൻ്റെ വിവാഹമോ? നിന്റെ മുത്തശ്ശനെ, എൻ്റെ മുത്തശ്ശനെ വിളിച്ചായിരുന്നു.
പിന്നെ അവന്തികയുടെയും നിന്റെയും കല്യാണം പെട്ടെന്ന് തന്നെ നടത്താനാണ് അവരുടെ ആഗ്രഹം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിട്ടപ്പോഴേക്കും എടാ നീയാണ് ഇതിനെല്ലാത്തിനും കാരണം. നീ അവന്തികയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതൊരു തലവേദനയുടെ കൊണ്ടുനടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എടാ എനിക്ക് അവന്തിക ആ രീതിയിൽ കാണാനായിട്ട് പറ്റില്ലടോ. അതേപോലെ തന്നെ എനിക്കും അവന്തികയെ ആ രീതിയിൽ കാണാനായിട്ട് പറ്റില്ല. അതാണ് സംഭവിച്ചത്. എടാ എന്നെ പോലെ അല്ലല്ലോ നീ. എടാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവന്തികയുടെ മുഖത്തെ നോക്കി എന്തൊരു കഷ്ടപ്പെട്ടാണ് ഈ സംഭവം എല്ലാം പറഞ്ഞെന്നറിയാവോ. പക്ഷേ അവന്തിക ഇതിൻ്റെ മുറപ്പെണ്ണല്ലേ. അപ്പം പിന്നെ ആ കല്യാണത്തിന് സമ്മതിച്ച് എന്താ കുഴപ്പം? അതുകൊണ്ടേ കല്യാണത്തിന് സമ്മതിച്ചു കഴിഞ്ഞാൽ അനാമികയുടെ നിന്റെയും ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടക്കും. ആഹാ കൊള്ളാടാ, നല്ല സംസാരം തന്നെ. എടാ നിന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നീ പറഞ്ഞത് അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കാനായിട്ട് വലിയ പ്രയാസമാണെന്ന്. ഇപ്പം നീ പറയുന്നു അവന്തികയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിവോഴ്സ് പെട്ടെന്ന് നടക്കുമെന്ന്. എന്തിനാടാ നീ ഇങ്ങനെ തരത്തിന് മാറി സംസാരിക്കുന്നത്? എടാ തരത്തിന് മാറി സംസാരിച്ചതല്ലടാ. അവന്തികയ്ക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു രീതി നടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അതൊരിക്കലും ഏതായാലും നടക്കാനായിട്ട് പോകുന്നില്ല. എന്താ നിനക്ക് വേറെ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ? എനിക്കൊരു ഏർപ്പാടുമില്ല. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ, ജീവിക്കാൻ പറ്റില്ലേ? അപ്പോഴേക്കും ഈ നവീൻ മനസ്സിന്തിക്കുകയാണ്, എൻ്റെ മുന്നിൽ തന്നെ വേണം നിന്റെ ഡയലോഗ്. നന്ദുവിനെ മനസ്സിലിട്ടുണ്ട് നടന്നിട്ട് അവന് കല്യാണം കഴിക്കണ്ട എന്ന് പോലും. ഇതൊന്നും എൻ്റെ മുന്നിൽ നടക്കാനായിട്ട് പോകുന്നില്ല. നീ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വരണ്ട. നിനക്ക് അവന്തിയെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അതേപോലെ തന്നെ എനിക്കും അവളെ ആ രീതിയിൽ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അവളെ പണ്ട് ഏത് രീതിയിലാണ് ജീവിച്ചതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് അവളെ ഓർക്കാൻ പോലും പറ്റില്ല എന്ന് അനി ഇങ്ങനെ പറയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ നന്ദുവും അതേപോലെ തന്നെ അനിയും കൂടി നടന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലെന്നേ. ഇനിയിപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ടിരിക്കും. എനിക്കാകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ നിൽക്കുകയാണ് നന്ദു. ഞാൻ എന്താ മറുപടി പറയേണ്ടത് നന്ദു? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിൻ്റെ ഭാഗത്തുനിന്നും ഒരുപാട് പ്രഷറുകൾ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും സമ്മതിക്കാനായിട്ട് പാടില്ല. നിൻ്റെ വീട്ടിലും ഇനി കല്യാണം നല്ല തകൃതിയായിട്ട് നടക്കും, അതിനൊന്നും സമ്മതിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ അതേപോലെ തന്നെയാണല്ലോ, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിച്ച് മാറി താമസിച്ചാലെന്ന് വെച്ചപ്പോഴേ നീ എന്ത് പരിപാടി ഈ പറയുന്നത്? എന്നെക്കൊണ്ട് തന്നെ പറ്റില്ല. എടി നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടൊക്കെ വരാമല്ലോ, ആദർശേട്ടനെ മുത്തശ്ശൻ്റെ ഒക്കെ ഒപ്പം താമസിക്കുകയും ചെയ്യാം. അപ്പോൾ അവരോടുള്ള ദേഷ്യമൊക്കെ നമുക്ക് മാറും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പറ്റില്ല, നമുക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബം ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ അവരെ ധിക്കരിച്ചുകൊണ്ട് ഒരു പരിപാടിക്ക് ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കും അതിനൊന്നും ഒരുക്കമൊന്നുമല്ല. പക്ഷേ ഈ ഒരു അവസ്ഥ നേരിടുമ്പോൾ എൻ്റെ മനസ്സ് അതിനോട് അങ്ങോട്ട് വിതുമ്പി ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറയാൻ. എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സൺഡേ ഇല്ലേ, ഈ സൺഡേ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ? എങ്ങോട്ട് പോകാനായിട്ട്? അല്ല ഒരു ടൂറ്. ഇങ്ങോട്ട് ടൂർ പോകാൻ, എങ്ങോട്ടെങ്കിലും ചുമ്മാ കറങ്ങി അടക്കാം. എനിക്കിപ്പോൾ നിൻ്റെ കൂടെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുന്നു. മനസ്സിനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കുന്നതൊക്കെ വേറൊരുത്തം കാണുകയാണ്. അപ്പോൾ ഇയാൾ അന്തം വിട്ട് ഇങ്ങനെ ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. നന്ദു, നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം നന്ദു. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിൻ്റെ കൂടെ എപ്പോൾ വരാൻ ആഗ്രഹിച്ചോ അപ്പോഴൊക്കെ എന്തെങ്കിലും തടസ്സം ഉണ്ടാകും. ഈ പ്രാവശ്യം തടസ്സം ഉണ്ടാവില്ല നന്ദു. നീ ആളെ വിട്ടേ നന്ദു, അങ്ങനെ പോകല്ലേ. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറ. ഈ സൺഡേ നമുക്ക് പോയാലോ? ശരി, നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ദൈവമേ, എൻ്റെ വീട്ടുകാരെ എത്രമാത്രം ഞാൻ പറ്റിക്കുന്നുണ്ടെന്ന് അറിയാവോ? ശരി, ഞാൻ ഏതായാലും വരാം, നിൻ്റെ ആഗ്രഹമല്ലേ. പക്ഷേ ഞാൻ വരുമ്പോൾ നീ എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് മാറാൻ നിൽക്കരുത്, ഒരിക്കലുമില്ല. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പം വന്നിരിക്കും. എന്താ പോരെ? മതി എങ്കിൽ പിന്നെ മതി. പിന്നീട് ആദർശിനെ കാണിക്കുകയാണ്. അപ്പം ആദർശാണെങ്കിൽ ഈ നരേന്ദ്രൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നയന വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ആദർശേട്ടൻ ചോദിച്ചപ്പോഴേക്കും ആ സേവിയറെ അയാളുടെ ഫോട്ടോ വ്യക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആദർശേട്ടന് കണ്ടിട്ട് മനസ്സിലായ വല്ലതും എന്ന് ചോദിച്ചപ്പോഴേക്കും ഇയാളെ എവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എൻ്റെ നയന. ഇയാളെ കാണുമ്പോൾ തന്നെ അറിയാലോ ആദർശേട്ടാ, ഒരു തരികിട പിടിച്ച ആളാണെന്ന്. ഏതായാലും കണ്ടെത്തണമല്ലോ. ഇയാൾ എവിടെ മറഞ്ഞിരുന്നാലും
വെളിച്ചത്തേക്ക് കൊണ്ടുവരണമല്ലോ ഇയാളെ എന്നും ഇങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റീവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ. ബൈ.